ശരിക്കും കൂവയാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ഓക്കെ, ഇതിന്റെ ഫിംഗർ പിന്നെ നമ്മുടെ കൈയിന്റെ വിരൽ പോലെ വണ്ണം കുറഞ്ഞാണ് ഒരു രക്ഷയിലോട്ട് മൂക്കിലേക്ക് ഇടിച്ചു കയറുക. ഹിയർ ഈസ് ഫ്രഷ് ഓർഗാനിക് കരിമഞ്ഞൾ. ഇതിപ്പോ നമുക്ക് കേരളത്തിലുള്ള ബെസ്റ്റ് ക്വാളിറ്റി കസ്തൂരി മഞ്ഞൾ നമുക്ക് പറയാൻ പറ്റുമോ? ഒരു ചൂട് ശരിക്കും ഞങ്ങൾക്ക് എന്തായാലും 10 കിലോ വരെയും കിട്ടും. 10 കിലോയോ? 5 കിലോന് 1 കിലോ പൊടി കിട്ടും സാധനം. ആഹാ, ഉള്ളിലൊരു ഭീമനാണല്ലോ. മണ്ണ് ചതിക്കില്ല എന്നാ പറയാ. സുമോക്കപ്പ് ഇത് ജപ്പാനിലല്ലേട്ടാ, ഷൊർണൂര്. കർപ്പൂരത്തിന്റെ സ്മെല്ലായിട്ട് എനിക്ക് തോന്നിയത്. നല്ലൊരു സ്മെല്ല് കേട്ടാ. കസ്തൂരി മഞ്ഞൾ തന്നെയാണ്. അല്ല, ഇതാണ് ഇങ്ങനത്തതാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കൂടുതലായിട്ട് കിട്ടുക. ഒറിജിനൽ അല്ല, ഇത് മഞ്ഞക്കൂവയാണ്. ഇതിങ്ങനെ ചില നമ്മൾ പുറത്തെ സംസ്ഥാനങ്ങളിലൊക്കെ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് അവര് അതിന്റെ കളർ തന്നെ കൊടുക്കുന്നത് ഇങ്ങനത്തെ കളറാണ്. ഇതല്ല ശരിക്കും കൂവയാണ് ഉപയോഗിക്കുന്നത്. കുറെ ആളുകൾക്ക് ഇപ്പൊ തിരിച്ചറിവുണ്ട്, കുറെ ആളുകൾക്ക് അത് മനസ്സിലായതിനു ശേഷമാണ് അതിന് ഞാൻ പറഞ്ഞത് ഇതല്ല ശരിക്കും ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ഇതൊരു തരം കൂവയാണ്. ഇത് വെച്ചിട്ട് നമ്മളൊരു കാര്യമില്ല, ഇത് മുഖം നീറ്റിലുണ്ടാവുക ചെയ്യുക. കസ്തൂരി മഞ്ഞളിന്റെ ഒരു അത് ഒറിജിനൽ ശരിക്കും ക്രീം കളർ, ചന്ദന കളറാണ് വരുന്നത്. ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇതിനെക്കുറിച്ച്. ഇത് ശരിയൊരു തരം കൂവയാണ്. ഇത് കട്ടുള്ള സൈസ് മനസ്സിലാവോ? സാധാരണക്കാർക്ക് അറിയില്ല. ആളുകൾ പെട്ടെന്ന് വണ്ടി പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ചില കടകളിലൊക്കെ ഇങ്ങനത്തെ സാധനമാണ്. അതൊരു അതിന്റെ ചിത്രം കളറൊക്കെ പാക്കറ്റ് ചെയ്യുമ്പോൾ കാണാം. അതല്ല ശരിക്കും കസ്തൂരി മഞ്ഞള്. നമുക്ക് എത്ര കൃഷിയിടങ്ങളുണ്ട് ഇപ്പോ 3 സ്ഥലമുണ്ട്. ഇതെല്ലാം പാട്ടത്തിനാണല്ലോ? അല്ല, ഇത് മാത്രം ഞങ്ങള് പാട്ടത്തിനാ. ഇതിപ്പോ എത്ര ഏരിയയിലാണ്? ഇതൊരു മൊത്തം ഒരു 10 ഏക്കറിന്റെ മുകളിലുണ്ട് ഈ സ്ഥലം. ഇത് ഇതിന്റെ ഉള്ളുണ്ട്. നമ്മളാ മരങ്ങൾ നിൽക്കണുണ്ടോ അവിടെ അങ്ങോട്ടും ഉണ്ട്. അതൊക്കെ അവിടെ കൂട്ടിയിട്ട് 10 ഏക്കറിന്റെ മുകളിലേക്ക് ഉണ്ട്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മള് ഇങ്ങനെ കാട്ടുപന്നികൾ വരുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ മഞ്ഞളാ വെച്ചിരിക്കുന്നത്. പ്രതിഭ മഞ്ഞള് അങ്ങനെയുള്ള സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ കാട്ടുപന്നി വരാതിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് സോളാർ ഫെൻസിങ് ഉണ്ട്. സോളാർ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അത് കാരണം പന്നി, കുരങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അധികം വരുന്നില്ല. കസ്തൂരി മഞ്ഞളിന്റെ എന്താ പ്രത്യേകത? അത് നമ്മൾ ഈ മുഖ സൗന്ദര്യ വസ്തുക്കൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. കോസ്മെറ്റിക് പ്രോഡക്ട്സിലൊക്കെ അത് അരിഞ്ഞുണക്കിയിട്ട് ഇതേപോലെ പൊടിച്ചിട്ട് ധാരാളം പേര് വെക്കുന്നുണ്ട്. ഒരുപാട് ധാരാളം റേറ്റിനും നല്ല വിലയുണ്ടായിരുന്നു. നല്ല റേറ്റിന് ആൾക്കാർ വെക്കണത്. ഇതിട്ട് നമ്മളിത് എന്താ കസ്തൂരി മഞ്ഞള് പറിച്ചാലോ നമുക്ക്? മുകളിലേക്ക് ഇതൊന്നും പിന്നെ എന്താ പറയുക, ഇതൊക്കെ നമ്മള് ശരിക്കും നമ്മള് പരമ്പരാഗത രീതിയിൽ കൃഷി ഇതൊന്നും നട്ട് പോരാന്നല്ലാതെ അതിന് വളമൊന്നും ഇടലില്ല. വളം ഇടുമ്പോഴാണ് അതിന്റെ ക്വാളിറ്റിയിലൊക്കെ ഇഷ്ടങ്ങൾ മാറി. ഒരുപാട് ചെലവൊന്നും വരില്ല. ഇതൊക്കെ വളർത്തി കഴിഞ്ഞാൽ നല്ല ഉണ്ടാവും. അതുപോലെ കേടോ കാര്യങ്ങളൊന്നും അങ്ങനെ വരാത്തൊരു സാധനമാണത്. എന്താണെങ്കിലും 1 കിലോന്റെ അല്ലേ. ഇതാണ് കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ പറഞ്ഞിട്ട് ഉള്ള കസ്തൂരി മഞ്ഞൾ കട്ടി. ഇതിനാണ് ശരിക്കും നമ്മൾ കസ്തൂരി മഞ്ഞളിന്റെ വല്ല ആവശ്യം ഉണ്ടെച്ചാ ഇത് തേച്ചിട്ടേ കാര്യമുള്ളൂ. ഉപയോഗം ഇതാണ്. ഇങ്ങനത്തെ കളറാണ് വരെ. ഇപ്പൊ തന്നെ ഉണ്ടോ അതിൽ നെയ്യ് പോലെ അതിന്റെ ഓയിൽ. ഞങ്ങളിത് അരിഞ്ഞുണക്കിയിട്ട്, അതായത് നമ്മൾ എടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കേരളത്തിൽ ഇല്ല. നമ്മളൊരു മാർക്കറ്റ് ചാർജ് ഇല്ലാത്ത കൃഷി ആളുകൾ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ഇത് ഞാനൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ കൂവപ്പൊടിയൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ ഞങ്ങൾ ഈ കസ്തൂരി മഞ്ഞള് ഉണക്കുന്നുണ്ട്. ഉണക്കിയിട്ട് നമ്മൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ കൊടുക്കും. കിഴങ്ങ് വെക്കണേക്കാട്ടും കൂടുതൽ പൗഡറാക്കി വെക്കാനല്ല, ഞാൻ നമ്മൾ വെറുതെ പറയില്ല. 100 ഗ്രാമിന് 300 രൂപ ആയിരിക്കും ഇവിടെ മുകളിൽ വില. 350 വെക്കുന്നവരുണ്ട്. കസ്തൂരി മഞ്ഞള് 300-150 തിരുവനന്തപുരത്തൊക്കെ ആളുകൾ വെക്കുന്നുണ്ട്. ഓർഗാനിക് തന്നെ വേണേ പറയാം. എന്താ, തീർച്ചയായും ആർക്കും ഏത് ലാബിൽ വേണമെങ്കിലും കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാം. നമ്മള് ജൈവമായിട്ട് തന്നെയാണ് പൂർണ്ണമായിട്ടും ചെയ്തേക്കണം. ഇതിനൊന്നും അങ്ങനെ രാസവളങ്ങൾ ഇടേണ്ട ആവശ്യമില്ല. ഒരു കാരണവശാലും നമ്മളൊക്കെ തണ്ട് പഴുക്കുമ്പോഴേക്കും രാസവളങ്ങൾ പൊതുവെ കൃഷികൾ കിട്ടാൻ തണ്ട് പഴുക്കുമ്പോഴേക്കും വല്ലാണ്ട് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. പണ്ടത്തെ വളങ്ങളൊന്നും അല്ല ഇപ്പൊ, രാസവളങ്ങളൊന്നും അല്ല ഇപ്പൊ വരുന്നത്. ഒന്നും കൂടാതെ മണ്ണിളക്കണ്ട് നാടൻ പൊടിയോ കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല വളവുണ്ടാവും. ഒരു ചെറിയ കഷ്ണം, വളരെ ചെറിയൊരു കഷ്ണം കസ്തൂരി മഞ്ഞള് കുത്തിയതാണല്ലേ? ഏതാണ് കുത്തിയിട്ടുണ്ടാവും? എത്ര ചെറിയ കഷ്ണമായിരിക്കും? ഓക്കെ, അപ്പൊ ഇത് കുത്തിയിട്ട് നമുക്ക് ഇപ്പൊ ഇത്രയുണ്ടല്ലോ, ഇതൊരു 1 കിലോന് മേലെ ഉണ്ടായിട്ടുണ്ടാവും. അതിന് ടൈം ആവണുള്ളൂ തോന്നണല്ലേ? ഇത്തിരി കൂടി ആണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ബൾക്കായാണ് അല്ലേ? കിഴങ്ങ് ഇത്തിരി കൂടി ബൾക്കായാണ് ഇത്തിരി കൂടി നിലം വലിഞ്ഞു വരുന്നല്ലോ. കുറച്ച് നിലം വലിഞ്ഞ മറ്റേന്റെ സ്മെല്ല് വരി. ഇതെന്താ
ഇതാണ് അതിന്റെ കർപ്പൂരത്തിന്റെ സ്മെല്ലായിട്ട് എനിക്ക് തോന്നിയത്. നല്ലൊരു സ്മെല്ല് കേട്ടോ. ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞള്. ഓക്കെ, ഇത് ധാരാളം പേര് കൃഷി ചെയ്യുന്നുണ്ട്, കൊടുത്തേക്ക് വെക്കുന്നുണ്ട്. ചേട്ടാ മറ്റേതൊരു ഓറഞ്ച് ആയിരുന്നു അല്ലേ നമ്മുടെ പ്രതിഭ മഞ്ഞള്. ഇതൊരു വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ലൈറ്റ് ചന്ദ്ര കളർ അല്ലേ, ക്രീം കളർ. അതെ, ക്രീം കളർ ആണ്. ഇതിപ്പോ നമുക്ക് കേരളത്തിലുള്ള ബെസ്റ്റ് ക്വാളിറ്റി കസ്തൂരി മഞ്ഞൾ നമുക്ക് പറയാൻ പറ്റുമോ? അത് തീർച്ചയായും ഓർഗാനിക് ആയിട്ട് ചെയ്തേക്കണം അല്ലേ? ഇതെന്താണ് ഈ മറ്റേ പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം ചോദിക്കണ മാതിരി കസ്തൂരി മഞ്ഞളിന്റെ ഇത് കപ്പയുടെ ഇടയിൽ കാണുന്നുണ്ടല്ലോ. അതെന്താ സംബന്ധിച്ച് നമ്മളിങ്ങനെ കപ്പയിലേക്ക് പറഞ്ഞില്ല, തുരപ്പം വരാതിരിക്കാൻ വേണ്ടിട്ടേ. ഓക്കെ, അപ്പൊ ഒരു ഇത് അങ്ങനെ വിട്ട് അപ്പൊ 2 ഇതാവും ചെയ്തു നമുക്ക്. ഇനി കപ്പയമ്മ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്ന മഞ്ഞൾമ കിട്ടും, മഞ്ഞൾമ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്ന കപ്പയമ്മ കിട്ടും. ആ രീതിയിലേ ഓരോ ഇങ്ങോട്ട് മണ്ടി വരില്ലേ അവര്. മാത്രമല്ല നമുക്ക് അപ്പൊ ഈ കസ്തൂരി മഞ്ഞളാണ് വെച്ചിരിക്കുന്നത്. ഈ കളർ കസ്തൂരി മഞ്ഞൾ, ക്രീം കളർ. തുരപ്പൻ എടുക്കൂല. മാത്രല്ല ഇത് എലിയും ഇതൊക്കെ ആയി കഴിഞ്ഞാൽ കാര്യമായിട്ട് പുല്ല് വരൂല ഇതിന്റെ ചോട്ടിലേക്ക്. കുറെ നാളായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളൊരു കൃഷിക്കാരൻ പല സാധ്യതകളും നമ്മുടേതായിട്ട്. മീനുള്ള കുളം മീനുണ്ട്, നാടൻ മീനാ. എന്ത് മീനുള്ള? വരാല്. നാടൻ വരാലാണോ? അല്ലാണ്ട് വളർത്ത് വിയറ്റ്നാം വരാലല്ല, നാടൻ. ഇത് നമ്മളിങ്ങനെ പണ്ട് ഇങ്ങനെ ഓരോ കുളത്തുനിന്നൊക്കെ ആളുകൾ തന്നെ പിടിച്ചു കൊണ്ടുവരും. വലിയ സൈസ് കൊണ്ടുവരുമ്പോ നമ്മൾ അന്ന് അങ്ങനെ പൈസ കൊടുത്തിട്ടേ വാങ്ങിയതിൽ അങ്ങനെ കൊടുത്തിട്ട് പാറ്റിയിട്ട് ഇങ്ങനെ കണ്ടമാനം പെരുകിയിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനെയൊക്കെ ഉള്ളത് കാരണം ഒന്നും വന്ന് പിടിച്ചു പോകുന്നില്ല, അല്ല പറ്റിയതൊന്നേ. അത് കാരണം ചണ്ടിയും നീക്കിയിട്ടില്ല. ഇതിപ്പോ നമ്മൾ എപ്പോഴാ പിടിക്കുന്നത്? ഇത് എന്താണെങ്കിലും ഒരു മാർച്ച് ആവും. ഏപ്രിൽ സമയത്തേ വെള്ളം കുറയുള്ളൂ. ഇതിനപ്പോ നമ്മൾ എന്തെങ്കിലും തീറ്റയൊക്കെ? ഇല്ല, ഒരു തീറ്റയും കൊടുക്കണില്ല. ഒന്നുമില്ല. ഈ പായലും കണ്ടോ, കറുക പുല്ല് കണ്ടോ, ഇതിനുള്ള പുല്ല് ഇങ്ങനെ അതിന്റെ ഉള്ളിൽ അസോള കണ്ടോ, അങ്ങനെ. നമ്മള് അതും തീറ്റയൊന്നും കൊടുക്കുകയില്ല. തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളാ പണ്ടത്തെ നാടൻ മീൻ ശരിക്കും പക്കാ നാടൻ വരാലോ. പിന്നെ ഇതില് ആൾക്കാർ കുളിക്കുക അങ്ങനത്തെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മൾ സോപ്പിന്റെ ചോയൊന്നും ഉണ്ടാവില്ല. ഞങ്ങള് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ മോട്ടർ വെച്ച് അടിച്ചെടുക്കുന്നു. ഇത് പിടിക്കല് എങ്ങനെയാണ്? ടാസ്ക് ഇറങ്ങി അത് നമ്മൾ അപ്പോഴേക്കൊക്കെ വെള്ളം വറ്റിക്കും. വറ്റിച്ചേർന്ന് നമ്മൾ അടിച്ച് നാശാക്കല്ല. നമ്മൾ ഓരോ കൃഷി ഇങ്ങനെ നനയ്ക്കാനും പറിക്കാനും പിടിക്കാനും ഒക്കെ എടുക്കും. തുള്ളി വെള്ളം വേസ്റ്റ് ആകില്ല. നമ്മൾ ഓരോ പച്ചക്കറിക്ക് കപ്പ ആ സമയത്ത് പച്ചക്കറി കുത്തിയിട്ട് അതിനെ നനയ്ക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് പിന്നെ ഇറങ്ങി പിടിക്കലാണ്. ഇത് നല്ല ആഴമുള്ള വെള്ളമാണ്. അവിടെ നല്ല ആഴുണ്ട്. ഇതിപ്പോ ഇനി കണ്ണി കണ്ട എന്തെങ്കിലും ഒന്ന് പിടിക്കേണ്ട വെച്ചിട്ട് 4 പുറം ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല. മീൻ വളർത്തൽ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് പോട്ടെ വെച്ചിട്ടല്ല, ഒരു സാധനത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ഒരെണ്ണത്തുമ്പോ ഒരു തട്ടുകൾ കിട്ടി കഴിഞ്ഞാൽ 1, 2, 3 വന്നാലും കുഴപ്പമില്ല. മാത്രമല്ല നമ്മുടെ ഭാഗത്തിന് മിക്കവാറും എല്ലാം ക്ലിയർ ആയി വരും ചെയ്യും. നമ്മള് 10-20 വർഷമായിട്ട് ചെയ്യണ തന്നെയാണോ? മഞ്ഞള് ഒരു 10 വർഷമായിട്ടേ ഉള്ളൂ. നേരത്തെ നാടൻ മഞ്ഞളൊക്കെ ഉണ്ടായിരുന്നു, അത് 30 വർഷമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്രതിമഞ്ഞളായിട്ട് ഒരു 10 വർഷത്തോളമായിട്ട് മഞ്ഞള്, നാടൻ മഞ്ഞളിന് ചില സമയത്ത് നല്ല വില ഉണ്ടാവും, ചില സമയത്ത് വില ഉണ്ടാവും. ഇത് നട്ട് കഴിഞ്ഞാൽ എത്ര ടൈം എടുത്തിട്ട് 6 മാസം മുതൽ പറിക്കാം. പക്ഷെ നമുക്കൊരു 8 മാസമൊക്കെ ആകുമ്പോഴാണ് ഫുള്ള് ഇറക്കുറ കണ്ടോ. അതായത് കിഴങ്ങ് ഇത്തിരി കൂടി ബൾക്കി ആയിട്ട് കിട്ടും. ബൾക്കായിട്ട് 100 നിറഞ്ഞ് കിട്ടും. അതായത് നമ്മൾ ഇത് കണ്ടോ, ഇത് കരിമഞ്ഞളാണ് കിടക്കുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ പറിക്കുക, അത്യാവശ്യം 100 ആയി. അതും തണ്ട് പഴുത്ത് ഉണങ്ങുമ്പോൾ ഈ ഉണങ്ങി കിടക്കണ അത് ബ്ലാക്ക് ടർമറിക് ആണ്. കരിമഞ്ഞൾ എന്താ പ്രത്യേകത? സോപ്പൊക്കെ ഉണ്ടാക്കാം, പിന്നെ പ്രൊഡക്റ്റ് ആക്കാം. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ആളുകൾ അത് കഴിക്കുന്നുണ്ട്, ചെറിയ തോതിലൊക്കെ ആസാമിലൊക്കെ. ഇവിടെ നമ്മുടെ അത് എടുക്കണ ഒരു ഇത് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് നേരത്തെ ഉള്ളതാണ്. അതിന് നമ്മള് ഭാവിയിൽ ഇതേപോലെ എന്തെങ്കിലും പ്രൊഡക്റ്റോ കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടിട്ടേ. ഏകദേശം പറക്കാറായി കിടക്കാണ്. ഇത് കരിമഞ്ഞളാണ്. കരിമഞ്ഞൾ? കരിമഞ്ഞള്. ഇത് ഒരു മൂടൊക്കെ മാക്സിമം എത്ര കിലോ വരെ കിട്ടിയിട്ടുണ്ട് ചേട്ടന്? ഒരു ചൂട് ശരിക്കും ഞങ്ങൾക്ക് എന്തായാലും 10 കിലോ വരെയും കിട്ടും. 10 കിലോയോ? കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കി വെക്കാം. ഇതൊരു ചോടാണ് ചേട്ടാ. ഇതിപ്പോ ഒരു ഒറ്റ ചോടാണ്. 10 കിലോ വരെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ഒരു ചോടിന്ന്. ഓക്കെ, നമുക്ക് ഇവിടെ ആക്കാം. ആ മണ്ണ് പോയി തുടങ്ങിയപ്പോ തന്നെ സ്മെല്ല് വന്നു തുടങ്ങിട്ടോ. Here is fresh organic കരിമഞ്ഞൾ ഫ്രം ഐതേട്ടൻസ് ഫാം. എന്തോരം കുത്തിയത്? ഇത് ഒരു വിത്തുന്നേ. ഈ ഒരു ഒറ്റ ചെറിയ വിത്തിന്ന് കിട്ടിയേക്കണാണ് ഇത്ര അധികം അല്ലേ? ഇതിന്റെ സ്മെല്ലിങ് ഉണ്ടോട്ടെ. ഇപ്പൊ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സിനും പിന്നെ കോസ്മെറ്റിക് പ്രോഡക്ട്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കരിമഞ്ഞൾ. ഫ്രഷ്. ഇത് നോക്കിയാൽ ഒരു ബ്ലൂയിഷ് ടോണാണ് ഇതിന് കളറ്.
ഉണങ്ങുമ്പോഴേ ഏകദേശം ബ്ലൂ കളറിന്റെ ബ്ലാക്ക് ആണല്ലേ? ഒരുപാട് ഇത് ബൾക്കായിട്ട് എടുക്കുന്ന പ്ലാറ്റ്ഫോംസ് കുറവാണ്. അതെ, കരിമഞ്ഞളിന്റെ കളർ ഇതാണ് ശക്തി വരിക. ഒന്നുകൂടി കളർ കൂടാണ്ട് കറുപ്പ് കൂടി വരുന്നുള്ളൂ. ഒന്നുകൂടി മണ്ണില് നനവ് പോണം. ഇത് കരിമഞ്ഞളിന്റെ മദർ പ്ലാന്റിലുള്ളതാണ്. കൂടി സൈസ് ഉണ്ട്. ഇതിന്റെ ഫിംഗർ പിന്നെ നമ്മുടെ കൈയിന്റെ വിരല് പോലെ വണ്ണം കുറഞ്ഞാണ്. ഒരു രക്ഷയിലോട്ട് മൂക്കിലേക്ക് ഇടിച്ചു കയറുക. ഒറിജിനൽ സാധനത്തിന്റെ ഒരു ഗുണമായിരിക്കല്ലോ ചേട്ടാ. ഇതിങ്ങനെ കാറ്റത്ത് മറിഞ്ഞേക്കണാണത്. അല്ല, ഇത് ഇനി മറിഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഇത് നമ്മള് അങ്ങനെ ഇനി വേഗത ഉണങ്ങി കിട്ടുകയുണ്ട് മറിഞ്ഞിട്ടേ. അപ്പോഴാണ് ഇത് പറിക്കാറാവുള്ളൂ. നമ്മൾ എന്ന് നട്ടതാണ് ഇത്? ഇത് ശരിക്കും ഒരു ഏപ്രിലൊക്കെ നട്ടതാണ്. ഏപ്രിലല്ലേ? ഇപ്പൊക്കെ പറക്കി വെച്ച കിഴങ്ങ് കുറച്ച് ലേശം കമ്മി ഉണ്ടാവും മാത്രം. ഒരു 8 മാസം കൊണ്ട് പറിക്കാൻ പറ്റും. പറിച്ച് നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ ശരിക്കും 8 മാസം ശരിക്കും വേണ്ട, കടകളിൽ കൊടുക്കുകയാണെന്ന് വെച്ചാൽ. ഇത് പിന്നെ നമ്മുടേതായിട്ടൊരു ആവശ്യം കൂടുതൽ പൊടി കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 8 എന്നുള്ളത് 9 ഒക്കെ ആവാറുണ്ട്. നമ്മൾ കിഴങ്ങ് കൊടുക്കുമ്പോൾ സീസണിൽ അനുസരിച്ച വിലയാണ് കിട്ടുള്ളൂ. നേരെ 5 കിലോന് 1 കിലോ പൊടി കിട്ടും സാധനം. 5 കിലോന് 1 കിലോ പൊടി. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പൊടി എടുക്കുന്ന സമയത്ത് കാണിച്ചു കൊടുക്കുക. വണ്ടി നമ്മുടെ കൂടെ ഉണ്ടോ? പണ്ട് പോലെ വണ്ടിയില്ല. എത്ര ആളായിട്ടുണ്ട്? ഇത് 10-30 കൊല്ലമായിട്ടുണ്ട്. അതല്ലേ? 94 മോഡൽ വണ്ടിയാ. അപ്പൊ മഞ്ഞൾ കൃഷി ചേട്ടനെക്കാട്ട് നന്നായിട്ട് അറിയാം. 30 കൊല്ലത്തിന്റെ മുകളിലായി. മെയിൻ ആയിട്ട് ഇതിന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് വിട്ടാ കാര്യമായിട്ട് ഇല്ല ഈ സാധനം. അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. അതായത് കൂവകൃഷി കൂടുതലും കേരളത്തിൽ തന്നെയാണോ? കേരളത്തിൽ തന്നെ ഉള്ളൂ. കേരളത്തിൽ തന്നെ ഇപ്പൊ ഈ സമീപ കാലത്തൊക്കെ ആവും ചിലപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ ഈ സംഭവം വന്നിട്ടുണ്ട്. വളരെ അപൂർവം ഉണ്ടാവും. നേരെ ഈ മഞ്ഞള്, കപ്പ, ചേന എന്നൊക്കെ പറഞ്ഞ രാജ്യം മുഴുക്കുണ്ട്, പുറത്തും ഉണ്ട്. ഈ സാധനം പുറത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പുറത്തു പോയ ആളുകൾക്ക് ശ്രദ്ധിച്ചറിയാം എവിടെയെങ്കിലും കണ്ടിരുന്നോ എന്നുള്ളത്. ഉണ്ടൊക്കെ തന്നെ വളരെ ഒറ്റപ്പെട്ടിട്ട് വല്ല കർണാടകയിലോ അവിടെ ഇവിടെ വല്ല മലയാളികൾ ചെറിയ തോതിൽ ചെയ്യുന്നുണ്ടാവും. അത്രേ ഉണ്ടാവുള്ളൂ. ശരി ശരി. നമ്മളിവിടെ ഏത് തന്നെയാണോ നമ്മള് കപ്പ കൃഷി ചെയ്യണത്? വെള്ളാന്യാസം പറഞ്ഞിട്ട് ഒരു കപ്പുണ്ട്. വെള്ളാന്യാസം 1 പറഞ്ഞിട്ട് ഇനാണ് കപ്പ ചെയ്യണത്. പിന്നെ സുമോ കപ്പ പറഞ്ഞിട്ടൊരു കപ്പയാണ്. കറുത്ത മിച്ചറൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ? ഇല്ല, അതില്ല. അതും രാമൻ കപ്പ. പിന്നെ അങ്ങനെ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന കറുത്ത മിച്ചർ എന്ന് പറഞ്ഞത്. അതിൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന രീതിയിലാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്. ഇതിന് എന്തോരൊക്കെ നമുക്ക് ഒരു മൂടുന്ന മാക്സിമം കിട്ടും? ഒരു മൂടുന്ന 30 കിലോന്റെ ഒക്കെ മുകളിൽ കിട്ടും അല്ലേ? ഓക്കെ ഓക്കെ. ഇത് മൂടൊന്ന് ഇളക്കാൻ വേണ്ടിട്ടല്ലേ? ഈസി ആയിട്ട് ഇളകി പോരാൻ കിട്ടില്ലേ? അതില് മണ്ണ് ഭയങ്കര ഡ്രൈ ആണല്ലേ? കിഴങ്ങ് ഭയങ്കര താഴ്ത്തിക്കുണ്ടാവല്ലോ. ചേട്ടാ മോട്ടർ അടിച്ചിട്ട് വന്നോ? ആഹാ, ഉള്ളിലൊരു ഭീമനാണല്ലോ. പോരോ? പിടിക്കണ ഒരാളും കൂടി. സാധനം പോന്നൂല്ലേ? പുള്ളി സാധനം കേട്ടാ. ഇത് എന്തോരം ഉണ്ടാവും ചേട്ടാ? ഇത് 10-20 കിലോന്റെ മുകളിലുണ്ടാവും. 20 കിലോന് മേലെ ഉണ്ടാവും അല്ലേ? വളരെ ചെറിയ കപ്പയാണല്ലോ. 10 കിലോ ഉണ്ടാവും അല്ലേ? അത് അത്യാവശ്യം നല്ല മൂപ്പായി തോന്നല്ലോ. നല്ല മൂപ്പായി ഉണ്ട്. അത് നല്ല മൂപ്പായി. അല്ല, നമുക്ക് വേവാത്ത പ്രശ്നം വരില്ല. വേവാത്ത കുഴപ്പമൊന്നുമില്ല. സുമോ ഗുസ്തി അതാന്ന് തോന്നട്ടോ. ആള് മറ്റേ സുമോ ഗുസ്തിക്കാരുടെ മാതിരി ഇരിക്കുന്നുണ്ട് സാധനം. ഒരു ചോട്ടുന്നുള്ള കപ്പയാണ് കേട്ടാ. കൈത്തേണ്ട ഒറ്റ ചോട്ടുന്നുള്ള കപ്പയാണ്. 10-20 കിലോന് മേലെ ഉണ്ടാവില്ലേ അത്? ഉണ്ടാവും. ഓക്കെ. തൂക്കല്ലേ ചേട്ടാ? 10-മുക്കാൽ കിലോ. 10-മുക്കാൽ ഉണ്ടല്ലോ ഒറ്റ ഇത് തന്നെ. ഞാൻ 10 കിലോനാണ് ഇവിടെ വെച്ചോട്ടെ. 17 20 കറക്റ്റ് തന്നെ. ഇത് 20 കിലോ എടുത്തുണ്ടല്ലോ. അത് കൂട്ടി. പക്ഷെ അത് ഡാമേജ് ആയി. അത് ചെറിയ ഡാമേജ് ഉണ്ട്. 19,900 ഉണ്ട്. 20 എടുത്തുണ്ട് ഒറ്റക്കട തന്നെ. ഓക്കെ. സുമോ സുമോ കപ്പയാണ്. സുമോ കപ്പ. ഇനി നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് നോക്കാം.
സുമോ കപ്പ് ഇത് ജപ്പാനിലല്ലേട്ടാ, ഐതണ്ട ഫാമിലാണ്, ഷൊർണൂര്. ഓക്കെ, 20 kg സിംഗിൾ മൂഡ്. ഹെവി മൂഡാണ് ഇവിടെ, എല്ലാം പൊളി ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. ചെറിയൊരു കഷ്ണം ഒരു കുഴപ്പമില്ല. ഒരു മൂപ്പേറ് വേവാത്ത ഒരു മരം ഒന്നുമില്ല. നല്ല വേവുള്ള കപ്പയാണത്, നല്ല ടേസ്റ്റുള്ള കപ്പയാണ്. ഒരു കുഴപ്പമില്ല, മരമായിട്ടൊന്നുമില്ല കേട്ടോ. പൊതുവെ മഞ്ഞളിനും കൂവയ്ക്കൊക്കെ ഭയങ്കര ആവശ്യക്കാർ കൂടി വരുന്നുണ്ട്. ചേട്ടാ ഇത് ഫെൻസിങ് ചെയ്തിട്ടുണ്ടോ? സോളാർ ഉണ്ട്. എന്തിന്? കാട്ടുപന്നിയുടെ ശല്യം, വന്യമൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിട്ട്. കൃഷി വകുപ്പ് നമ്മൾ മഞ്ഞൾ വർഗ്ഗങ്ങൾക്ക്, കിഴങ്ങ് വർഗ്ഗങ്ങൾക്കൊക്കെ സബ്സിഡി ഒക്കെ ഉണ്ട്, നമുക്കിപ്പോ കിട്ടുന്നുണ്ടോ? അത് പിന്നെ ചില സ്ഥലങ്ങളിൽ ചില സമയത്ത് അങ്ങനെയൊക്കെയാണ്, ചില സമയത്ത് കിട്ടാറുണ്ട് ഞങ്ങൾക്ക്. കൃഷി ഓഫീസർമാരൊക്കെ അവർ വന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കലും പിടിക്കലും ഒക്കെ ഇതാക്കാറുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് കൂടുതൽ അവരിങ്ങനെ എപ്പോഴും വിളിക്കേണ്ട ഒരു ആവശ്യം വരാറില്ല. കാരണം നമ്മൾ പറഞ്ഞ അങ്ങനെ ഈ കൃഷിയാണ്, പൂവയാണ് അതിന് കേടോ അല്ലെങ്കിൽ മഞ്ഞളാണ് അതിന് കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഉണ്ടെങ്കിൽ നമുക്ക് അറിയുകയും ചെയ്യാലോ. വേറെ നമ്മളിങ്ങനെ ധാരാളം പഴവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള സംഭവത്തിനൊക്കെയാണ് നമുക്ക് അതിനെ കുറിച്ച് ഇതാവേണ്ട ആവശ്യമുള്ളത്. ഇപ്പം നമുക്കറിയുന്ന കൃഷി ഇതുമാണ്. പിന്നെ നമുക്ക് തന്നെ ഇനി അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അപ്പോൾ വേപ്പെണ്ണ എന്തെങ്കിലും സോപ്പ് കൂട്ടി അടിക്കും, അത് എൻ്റെ ആവശ്യം വരില്ല. പച്ചക്കറിക്കാണ് അത് ചെയ്യാറുള്ളത്, ഇതിനൊന്നും ചെയ്യേണ്ട ആവശ്യം വരാറില്ല. പിന്നെ നമ്മൾ തന്നെ ചെയ്യാറാണ്. ഇത് ചേന കട്ട് ചെയ്യാണ്. ചേന കട്ട് ചെയ്യാൻ ഞങ്ങൾ ഇങ്ങനെ നടാൻ വേണ്ടിട്ടേ. ഇത് ഗജേന്ദ്ര ചേനയാണ്, കൈ കാര്യമായിട്ട് ചൊറിയില്ല. നല്ല ടേസ്റ്റ് ആണ്, ഏത് സമയത്തും പോകും ചെയ്യും. ചൂട് തട്ടിയ നമ്മളിവിടെ കൂടുതൽ നട്ടേക്കണത് ഗജേന്ദ്ര ചേനയാണ്. അപ്പൊ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യണ, കട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിപ്പിച്ചതാണ്. തടങ്ങനെ കട്ട് ചെയ്യാം, നമുക്ക് ഇതാവുമ്പോ വേസ്റ്റ് ആവൂല. ഓക്കെ ഓക്കെ ഓക്കെ, ഉണ്ടോ? ഓ ശരി ശരി, ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലേ? ഓക്കെ ഓക്കെ. ഇത് നടാൻ വേണ്ടിട്ട് എങ്ങനെ ചെയ്യാ? നടാൻ വേണ്ടിട്ടേ നമ്മള് ധനുമാസിൽ കുറച്ച് നടുവേ. ഓ ശരി, ധനുമാസില തിരുവാതിര സമയത്തൊക്കെ ചാരം മുക്കി വെക്കണം. എന്തുകൊണ്ട് ചേട്ടാ? കേടുള്ള കൊണ്ടാണോ? അല്ല, കേടുള്ള കൊല്ല. പൊതുവെ നമ്മളിങ്ങനെ വെണ്ണൂറും ഇത് മുക്കൊന്ന് മുളയൊക്കെ ഊക്കിൽ വരാൻ വേണ്ടിട്ട് എല്ലാവരും സൂഡമോൺസൊക്കെ മുക്കുക, പച്ച ചാണകത്തിലെ കലക്കിയിട്ടൊക്കെ മുക്കി വെക്കും. ഇതിപ്പോ നമ്മളെ മുറി ഇങ്ങനെ ഇതാവണ്ട വിചാരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗേ ഒന്നൊന്ന് ഇത് ഉഷാറായി വരാൻ ഇത് ഒരുവിധ ആളുകളൊക്കെ ഞങ്ങൾ അങ്ങനെ മുക്കുക. വേറെ ആളുകൾ ഈ പച്ച ചാണകമൊക്കെ ഉണ്ടല്ലോ, അത് സൂഡമോൺസിലൊക്കെ ആക്കിയിട്ടും അങ്ങനെയും ചെയ്യണവരുണ്ട്. പിന്നെ ചില ആളുകൾ നീര് വലിഞ്ഞിട്ടാണ് ചേന വെക്കുക. നമ്മളിങ്ങനെ നടന്നെങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് എങ്ങനെ അതുകൊണ്ടാണ് കട്ട് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് എന്തും വേണം കട്ട് ചെയ്യുക, തണ്ണിമത്തം കട്ട് ചെയ്യുക, ചക്ക കട്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഉപയോഗം നടക്കും. ശരി ശരി, ഓക്കെ. കൃഷിയിൽ നിന്നും ഉയർച്ച തന്നെയല്ലേ ഉണ്ടായിട്ടുള്ളത്? എന്താ പറയാനുള്ളത്? കൃഷിന്നൊക്കെ നമുക്ക് ഇതുവരെയും കുഴപ്പമില്ല, ഇതുവരെയും കുഴപ്പം വന്നിട്ടില്ല. പിന്നെ നമ്മൾ കൃഷി പറയുമ്പോൾ അതിനനുസരിച്ച് ചെലവുണ്ടല്ലോ. അപ്പൊ നമ്മൾ കൃഷി പണിക്കാര് സ്ഥിരമുണ്ട് ഇവിടെ, അപ്പൊ അതിന്റെ കൂലിയും കാര്യങ്ങളൊക്കെ കൃഷിയിൽ തന്നെ. പിന്നെ നമ്മൾ മാർക്കറ്റിലുള്ള സാധനം കണ്ടമാനം ഏക്കർ കണക്കിന് സ്ഥലത്തുണ്ട്, അതിനങ്ങോട്ട് ക്ഷാമം അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വ്യവസായ സാധ്യതയിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കണ്ടമാനം സ്ഥലത്ത് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെന്താ സംഭവിച്ചത്, ഇതൊക്കെ നമ്മൾ പറിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു വീട് തിരിച്ചു കിട്ടുള്ളൂ. പക്ഷെ അതുവരെ നമ്മൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും വേണം.